ഹായ് ഫ്രണ്ട്സ്, ട്രെയിൽസ് ആൻഡ് ടൈൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് പ്ലാങ്കുടിക്കാവ് എക്കോ ടൂറിസം എന്ന് പറയുന്ന സ്പോട്ടിലേക്കാണ്. നമ്മുടെ തെക്കൻ കുരിശുമല, വെള്ളറായിട്ടുള്ള തെക്കൻ കുരിശുമലയ്ക്കും തേക്കുപാറയ്ക്കും ഇടയിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കടമ്പ് പാറയ്ക്ക് സമാനമായിട്ടുള്ള നീണ്ടൊരു പാറ ആണ്. ഇതിലൂടെ നമുക്ക് ബൈക്കും വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും, നമ്മുടെ കടമ്പ് പാറയിലുള്ള പോലെ തന്നെ. പക്ഷേ കടമ്പ് പാറയുടെ അത്ര ഹൈറ്റിലല്ല ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് മാത്രം. ഇവിടേക്ക് പോകുന്ന വഴിയാണിത്. ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് ഈ പറയുന്ന പ്ലാങ്കുടിക്കാവ് എക്കോ ടൂറിസത്തിലേക്ക്. എക്കോ ടൂറിസം എന്നൊക്കെ പേരുണ്ടെങ്കിലും അവിടെ എക്കോ ടൂറിസം ഒന്നും അധികം വളർന്നിട്ടൊന്നുമില്ല. അപ്പോൾ കൺസ്ട്രക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് നിർത്തി വെച്ചിരിക്കുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട്. അമ്പലമല്ല, ഒരു പ്രതിഷ്ഠയൊക്കെയാണ്. പിന്നെ നമുക്ക് ബൈക്കൊക്കെ അതിൻ്റെ മുകളിലേക്ക്, പാറയുടെ മുകളിലേക്ക് നേരെ ഓടിച്ചൊക്കെ കയറ്റാൻ സാധിക്കും. നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ കൂനിച്ചിമലയും കുരിശുമലയും ഒക്കെ അവിടെ നിന്ന് കാണാൻ സാധിക്കും. സോ ഇതാണ് ഈ പറഞ്ഞ പ്ലാങ്കുടിക്കാവ് എക്കോ ടൂറിസം സ്പോട്ട്. വളരെ പീസ്ഫുള്ളും കാമുമായിട്ടുള്ള ഒരു സ്പോട്ടാണ്. അധികം ആൾ തിരക്കൊന്നുമില്ല. നമ്മളിന്ന് പോകുന്നത് ഒരു സൺഡേ ആണ്, പക്ഷെ അധികം തിരക്കൊന്നുമില്ല. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഈ പാറയുടെ അടിവശത്തായിട്ട് നീളത്തിനൊരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ അങ്ങോട്ടേക്ക് നമ്മൾ പോയിട്ടില്ല, പക്ഷേ നമുക്ക് താഴോട്ടേക്ക് കുറച്ച് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഈ ഗുഹ ഏരിയ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാങ്കുടിക്കാവ് എക്കോ ടൂറിസത്തിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്